ആക്ച്വലി ഞങ്ങൾ ഇതുവഴി പോയപ്പോ ഒന്ന് കേറിയതാണ്. എന്തുണ്ട് വിഷുവിന് സ്പെഷ്യല്? വിഷുവിന്റെ അന്ന് ഞായറാഴ്ചയുടെ അന്ന് സദ്യയുടെ കറിയുടെ കിറ്റ് മാത്രമായിട്ടുണ്ട്. കിറ്റ് ഉണ്ട്. അത് ഒരു കിറ്റിനകത്ത് എന്ന് പറഞ്ഞാൽ 2 വലിയവർക്ക് ഒരു കുട്ടിക്കും കഴിക്കാൻ പറ്റും. പിന്നെ 850 രൂപയാണ് ചാർജ് വരുന്നത്. അതില് റൈസും ഇലയും പപ്പടവും ഇല്ല. അപ്പൊ ഈ കിറ്റിനകത്ത് എത്ര ഐറ്റം ഉണ്ടോ? കിറ്റിനകത്ത് 17 ഐറ്റം ഉണ്ടോ? 17 പായസം ഉൾപ്പെടെയാണ്. 2 പായസം ഉണ്ടോ? 2 പായസം, അടപ്പായസം, സേമിയ പായസം ഉൾപ്പെടെ. അപ്പൊ വിഷുവിന് ഞാൻ ഒന്നും വെക്കണ്ടല്ലോ? വേണ്ട, തീർച്ചയായിട്ടും. അപ്പൊ ചോറ് വെക്കണം കേട്ടോ. ചോറും ഇലയും പപ്പടം വീട്ടിൽ അതൊക്കെ വേണമല്ലേ? അത് വേണം, അത് ശരിയാക്കുന്നതിന് കുഴപ്പമില്ല. നമുക്ക് കറിയാണല്ലോ എല്ലാവർക്കും ഒരു പാട്. അന്നത്തെ ദിവസം ഡെലിവറി ഇല്ല, കഴിച്ച ഭയങ്കര തിരക്കായിരിക്കും. അവർ ടൈമിന് എത്തത്തില്ല. ബുക്കിംഗ് ആയിരിക്കുമല്ലോ? ബുക്കിംഗ് ആണ്. അപ്പൊ ആവശ്യക്കാർക്ക് എങ്ങനെയാണ് നമ്മൾ കൊടുക്കുന്നത്? എന്റെ ഫോൺ നമ്പറിൽ വിളിച്ച് പറയാൻ ഞാനത് നാളെ ഉച്ച വരെ ബുക്കിംഗ് എടുക്കുന്നത്. നാളെ ഉച്ച വരെയാണ് ബുക്കിംഗ് ഉള്ളത് ഇവിടെ. അപ്പൊ ആവശ്യക്കാർ ഇത് ബുക്ക് ചെയ്യുക. ഒന്നാന്തരം സദ്യ നമ്മുടെ വീടുകളിൽ എത്തുന്നതാണ്.